ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി കട്ട്ലറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിന് ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ചതച്ചത്, വെളുത്തുള്ളിയും ചേർത്ത്, കറിവേപ്പില വേണം, മല്ലിയില, പുതിനയില, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, പിന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക്, ഒരു 4 സവാള, പിന്നെ ബ്രെഡ് ക്രംസ്, 2 മുട്ട വേണം. നമുക്കത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു 4 സവാളയാണ് എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ അതിനെ വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും കൂടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഇഞ്ചിയുടെ അളവ് എപ്പോഴും കുറവായിരിക്കണം. വെളുത്തുള്ളി ഇച്ചിരി കൂടുതലായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റൊക്കെ വേറൊരു ഇതായിപ്പോവും. ഇനി നമുക്ക് കുരുമുളക്, എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ക്രഷ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുരുമുളക് പൊടിയെ കയ്യിലുള്ളെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ക്രഷ് ചെയ്തിടുമ്പോഴാണ് അത് ഇടയ്ക്ക് അത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങ്, അതുപോലെ ഉരുളക്കിഴങ്ങിൻ്റെ അളവും കൂടാനായിട്ട് പാടില്ല. 2 ചെറിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചെറുതെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു വലുതാണ് എടുത്തിരിക്കുന്നത്. ഒരു 2-3 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ലതുപോലെ ഉടച്ചെടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഈ സവാളയുടെ ഇതിൻ്റെ അകത്ത് കിടന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇപ്പോൾ നോൻപ് സമയമൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫാണ്. അതിനെ നമ്മൾ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ ബീഫ് നല്ലതുപോലെ ഇതിൻ്റെ അകത്തിട്ട് ഫ്രൈ ആക്കി എടുക്കണം. നല്ലതുപോലെ ചൂടായി വരട്ടെ. അപ്പോൾ അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ഗരം മസാല പൗഡർ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നല്ലതുപോലെ അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതാക്കിയെടുക്കാം. ബീഫ് എടുക്കുമ്പോൾ നെയ്യില്ലാത്ത ബീഫ് വേണം എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊരു മാതിരി ഇങ്ങനെ വല്ല റബ്ബർ പോലെ കിടക്കും അതിൻ്റെ നെയ്യുണ്ടെങ്കിൽ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കറിവേപ്പില ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം.
കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിപ്പോൾ ഫുള്ളായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഇടുമ്പോഴത്തേക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് മല്ലിയില ഇച്ചിരി കൂടുതലിടാം. പുതിനയില ഉണ്ടെന്നുണ്ടെങ്കിൽ 1-2 ഇതിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം ചോപ്പ് ചെയ്തിടുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഒരു കട്ട്ലറ്റ് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു മുട്ടയും 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി വേറൊന്നുമില്ല, നമ്മൾ ഓരോന്നായിട്ട് എടുക്കുക, ഈ മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, ബ്രെഡ് ക്രംസിലിടുക, അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ഞാനിപ്പോൾ എല്ലാം റെഡിയായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഓയിൽ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെ പാത്രം നമ്മുടെ കയ്യിൽ ഇല്ലേ അത് വെച്ചിട്ട് അതിൻ്റെ പുറമെ ഇട്ടിട്ട് ഇതിലേക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ പെട്ടെന്ന് ഇടുമ്പോൾ കയ്യിൽ എണ്ണ തെറിച്ചാൽ ഇതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ സ്പൂണിലോ ഒരു തവിയിലോ വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് അധിക സമയം ഇതാകേണ്ട കാര്യമില്ല. കാര്യം ഓൾറെഡി ഇതിൻ്റെ അകത്തുള്ള ഫില്ലിങ്സ് എല്ലാം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ബ്രെഡ് ക്രംസിൻ്റെ ഇത് കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് മാറ്റിയെടുക്കാം. നമുക്കിവിടെ ഫുള്ള് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.